എൻ്റെ പ്രിയ സ്നേഹിതരെ, ജീവിതത്തിൻ്റെ കഠിനമേറിയ പ്രയാസം നിറഞ്ഞ ദുഃഖത്തിൻ്റെ നഷ്ടങ്ങളുടെയൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ചോദ്യം ഹൃദയത്തിൽ നേരിട്ടിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ ജയപരാജയങ്ങൾക്കും ദുഃഖങ്ങൾക്കും വിജയങ്ങൾക്കും പിന്നിൽ ഒരർത്ഥമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട് എന്ന് ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൽ നിന്ന് തന്നെ പല ചിന്തകളും ആശയങ്ങളും നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും. അതിലൊന്ന്, ഒരു വിളക്ക് കത്തുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഒരു ഭാഗത്ത് അത് കത്തി അമരുമ്പോൾ മറുഭാഗത്ത് അത് പലർക്കും പ്രകാശം കൊടുക്കുകയാണ്. ഒരു കതക് അടച്ചിട്ടിരിക്കുമ്പോൾ അത് എന്തുകൊണ്ട് അടച്ചിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. എന്നാൽ അതിനപ്പുറത്ത് വിലപിടിപ്പുള്ളത് ചിലത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് കൊണ്ടല്ലേ ആ കതക് ഭദ്രതയോടെ അടച്ചു വച്ചിരിക്കുന്നത്. ഒരു വീഞ്ഞു ഭരണിയെ ശ്രദ്ധിച്ചാൽ അത് വളരെ മൂടി അതിനെ കെട്ടി അതിൻ്റെ പുറത്തു നിന്ന് ഒന്നും അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ ദീർഘനാളുകൾ അതിനെ ആ നിലകളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് അതിനുള്ളിൽ പകർന്നിരിക്കുന്ന ആ വീഞ്ഞ് ഏറ്റവും വിലപിടിപ്പുള്ളതായി തീരാനല്ലേ. അതെ, നമ്മുടെ ജീവിതത്തിലെ ചില നഷ്ടങ്ങളും കഷ്ടങ്ങളും അടച്ച അനുഭവങ്ങളും വഴി അടഞ്ഞതുമെല്ലാം ജീവിതത്തിൽ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ അപ്രകാരം പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ നേരിടുന്ന പരാജയങ്ങളും ദുഃഖങ്ങളും കഷ്ടങ്ങളും ഒന്നും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. ദൈവം അതിൻ്റെ പിന്നിൽ ചില ഉദ്ദേശങ്ങളും അർത്ഥങ്ങളും കരുതി വച്ചിട്ടുണ്ട്. അത് നാളുകളിൽ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരുമ്പോൾ, വീഞ്ഞ് അടച്ചു വെച്ചതിന് ശേഷം അത് പുറത്തു വരുമ്പോൾ അത് പലർക്കും മധുരവും രസവും ആസ്വാദനവും ഒക്കെ പകരുന്നത് പോലെ നിങ്ങളുടെ ജീവിതം മറ്റു പലരെയും സന്തോഷിപ്പിക്കുകയും മറ്റു പലർക്കും അനുഗ്രഹവും ആശ്വാസവുമായി തീരത്തക്ക നിലയിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ ആ ദൈവശബ്ദത്തോട് ആമേൻ എന്ന് പറഞ്ഞ് പ്രതികരിക്കാൻ ഇന്ന് നിങ്ങൾക്ക് കഴിയുന്നു. അതെ, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് മൗനമായിരിക്കാം. ദൈവം നമ്മെ മൂടി വെക്കുമ്പോൾ, അടച്ചു വെക്കുമ്പോൾ, നാം കത്തിയമരുമ്പോൾ നമ്മിലൂടെ ദൈവത്തിന് വലിയ പദ്ധതികൾ നാളുകളിൽ വെളിപ്പെടുത്താനുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ കാത്തിരുന്ന് ക്ഷമയോടെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.